സംസ്ഥാനത്തെ ഇലക്ഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. റിസൾട്ട് എന്തുമാകട്ടെ, നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിച്ചാൽ മതി. അത് ഏത് സർക്കാർ വന്നാലും ആ രീതിയിൽ തന്നെ തുടരുകയും വേണം, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച് തുടരുകയും വേണം. ഇതിൽ നമ്മൾ കാത്തിരുന്ന ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ്. ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് 1000 കോടി രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ ഇതിനുവേണ്ടി അനുവദിച്ചു കഴിഞ്ഞു. അതായത് നമുക്ക് ഓരോരുത്തർക്കും 2000 രൂപ വീതമാണ് ലഭിക്കുക. അതായത് നവംബർ മാസം മുതലാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ടുള്ള 2000 രൂപയുടെ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. ഡിസംബറിലും 2000 രൂപയുടെ വിതരണം ആരംഭിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യം വിതരണം നേരത്തെ ആക്കുന്നതിൻ്റെ പിന്നിൽ ആഘോഷങ്ങൾ അനുബന്ധിച്ചാണ്. അതായത് ക്രിസ്തുമസ്, പുതുവത്സരം എല്ലാം പ്രമാണിച്ചാണ് ഇപ്പോൾ ഈ വിതരണം നേരത്തെയാക്കുന്നത്. കാരണം ആഘോഷ ദിവസങ്ങളിൽ ഒരുപാട് ചിലവുകൾ അല്ലെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ആവശ്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചാണ് ഈ ഒരു വിതരണം നേരത്തെയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. 63 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഈ പെൻഷൻ വാങ്ങുന്നത്. വാർദ്ധക്യകാല പെൻഷനുണ്ട്, വിധവാ പെൻഷനുണ്ട്, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യം, ഭിന്നശേഷി നേരിടുന്ന വ്യക്തികൾക്കുള്ള ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന വ്യക്തികൾ, അവർക്കെല്ലാം തന്നെയാണ് ഈ പെൻഷൻ വിതരണം 2000 രൂപയുടെ വിതരണം തിങ്കളാഴ്ച മുതൽ നടക്കുന്നത്. ഇനി സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുള്ളവർ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് ഉണ്ട്. ഇവിടെ നമ്മളുടെ പെൻഷനർ ഐഡിയോ ആധാർ നമ്പർ കൊടുത്തോ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാം. അതായത് ചിലർക്ക് തുക ലഭിച്ചിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ ചിലർക്ക് തുക കുറഞ്ഞാണ് വരുന്നത് എന്നൊക്കെ പരാതികൾ പറയുന്നുണ്ട്. അത്തരം പരാതികൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കാണാനിടയായി. അതുകൊണ്ട് തന്നെ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുക. എന്തെങ്കിലും കാരണവശാൽ തുകയിൽ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണത്താലാണ്, അല്ലെങ്കിൽ തുക എത്തിയിട്ടുണ്ടോ എന്നതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഓരോരുത്തരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും ഈ സ്മാർട്ട് ഫോൺ വഴി ഈ വിവരങ്ങൾ അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കേൾക്കുന്ന ഈ അറിയിപ്പ്, ഈ വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന വ്യക്തികളിലേക്ക് കൃത്യമായിട്ടൊന്ന് എത്തിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. തിങ്കളാഴ്ച വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ തിങ്കളാഴ്ച തന്നെ അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് തുക എത്തിച്ചേരണമെന്നില്ല. കാരണം ചിലപ്പോൾ സാങ്കേതികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ഒരാഴ്ചത്തോളം സമയം ഇതിനു വേണ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ 25-ാം തീയതി ക്രിസ്തുമസിന് മുൻപ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക വിതരണം പൂർണ്ണ തോതിൽ എത്തിക്കുമെന്നും വിതരണം അവസാനിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സുരക്ഷിതമായിട്ട് ഈ ആനുകൂല്യം എത്തിച്ചേരുക തന്നെ ചെയ്യും. ഈ ഒരാഴ്ച സമയം കൊണ്ട് തന്നെ വിതരണം പൂർണ്ണ തോതിൽ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യും. അത് കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ കൃത്യമായിട്ട് ഡേറ്റ് പറയും. പക്ഷേ ആ ഡേറ്റ് ചിലപ്പോൾ വന്നില്ല എങ്കിൽ ഒരുപാട് ആളുകൾ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞത്. തുക വിതരണം ആരംഭിക്കുമെങ്കിലും, അതായത് തിങ്കളാഴ്ച തന്നെ വിതരണം പ്രോസസ്സ് ചെയ്യുമെങ്കിലും ഒരുപക്ഷെ അന്ന് നമുക്ക് അക്കൗണ്ടിലേക്ക് ചിലപ്പോൾ തുക എത്തിച്ചേരണമെന്നില്ല. ചിലർക്ക് മാത്രമായിരിക്കാം ചിലപ്പോൾ തുക ലഭിക്കുക. എങ്കിൽ പോലും നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിച്ചേരും എന്നൊരു കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത ആഴ്ച തന്നെ വിതരണം പരമാവധി പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിൽ തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഈ തുക എത്തിച്ചേരുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കുന്ന 8.5 ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് ആ വിഹിതം കൂടി അനുവദിച്ചിട്ടുണ്ട്. അതും സുരക്ഷിതമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കായിരിക്കും കയറുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.